ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രിതീസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസ് കണ്ടു നോക്കിയാലോ. വാ. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചതാ. പകുതി കുഴച്ച് വെച്ചിന്. അപ്പോഴാണ് കരുതി വീഡിയോ എടുത്തില്ലല്ലോ. തേങ്ങ തച്ചരി വെച്ചിട്ടുണ്ട്. ചെറുപയറാണ്, പുട്ടും ചെറുപയറും. ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നല്ല മഞ്ഞ കളറുണ്ട് കേട്ടോ, പക്ഷെ അത്ര മഞ്ഞ കളറൊന്നുമില്ല. ഇനി ഇതൊന്ന് കുഴച്ചേക്കട്ടെ. ഞാൻ കരുതി വോയിസ് ഓവറോടെയും കൊടുക്കാം, കാരണം അതിൽ നമ്മൾ പറയണമെന്നില്ലല്ലോ, ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കിക്കൊണ്ടൊക്കെയാണ്. ഇന്ന് ഏട്ടനും കൂടി ഉണ്ട് കേട്ടോ. ഏട്ടന് ഇന്നലെ 6 മണി വരെ ഉള്ളതിന് ഡ്യൂട്ടി. അപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അതേപോലെ പോകും, വൈകുന്നേരം വരും. അങ്ങനെയാണ് 2 ദിവസം. അല്ലാതെ ദിവസമൊക്കെ ഫുള്ളും ജോലി സ്ഥലത്ത് തന്നെ അങ്ങനെ നിൽക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ തിരക്കിലാണ്. അപ്പോൾ ഏട്ടൻ വന്ന് പറയുന്നത് പക്ഷേ ആരാണ് പാല് വെക്കണേ? അപ്പോൾ അച്ഛനും മോളോടെ കളിക്കുകയാണ്. ഞാൻ ഈ പുട്ട് ചുടുന്നതിനും ചെറുപയർ കറി ഉണ്ടാക്കുന്നതിനും തിരക്കില്ല കേട്ടോ. രാവിലെ ആവുമ്പോൾ മുറ്റടിച്ച് തരാനുണ്ട്. അതുപോലെ പാത്രങ്ങളൊക്കെ ഞാൻ നേരത്തെ കഴുകി കഴിയുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ കുളിക്കാനും നനയ്ക്കാനും അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ വെള്ളിയാഴ്ചയാണ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാനും മീനും കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഫോണ് അവിടെ വെച്ചിട്ട് കാര്യം കണ്ടിട്ടില്ല തോന്നുന്നു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം അച്ഛനും മോളായി കൂടെ വണ്ടി കളിക്കാണ്. അപ്പോൾ ആവി കയറി തുടങ്ങിയിട്ടുണ്ട്. ആവി കയറി തുടങ്ങിയാൽ പിന്നെ കൂടുതൽ നേരം വെച്ചാൽ പറ്റില്ല. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ കല്ല് പോലെ ആവും, മറ്റേ കരിങ്കല്ല് പോലെ ആവും, ഉറച്ചിക്കും. ഓളെ ബ്രഷ് എവിടെയാണ്? ഓളെ ബ്രഷ് അവിടെ ഉണ്ടോക്കിയാ വാഷ് ബേസിൻ്റെ അവിടെ. പുട്ട് നല്ല ചൂടാറുന്ന പുട്ട്, ചൂടാറുന്നല്ല ചൂട് വറക്കണ പുട്ട്. എത്ര ഉണ്ടാവും? 1 2 3 4 5 കഷ്ണം ഉണ്ടാവും. നിങ്ങൾ 3 പേര് വളർത്തുള്ളല്ലോ. ഇതൊന്ന് അരച്ചെടുക്കട്ടെ, ഇതൊന്ന് കറി സെറ്റാക്കട്ടെ. പൂര കളിയിലാണ്. ഹലോ ഹലോ, എന്താണ് കളിക്കുന്നത്? ആരാനോട് ഉപ്പെടുക്കാൻ വന്നത്? അച്ഛനോ? വയറിളകാനോ? അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കാൻ വേണ്ടി പോവുക കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ്? ഇങ്ങനെ ഡെയിലി വീഡിയോസാണോ, അല്ലെങ്കിൽ മറ്റേ കോമഡി ടൈപ്പാണോ, അല്ലെങ്കിൽ എന്താ പറയുക വെറൈറ്റി വീഡിയോസ് അങ്ങനത്തെയൊക്കെയാണോ ഇഷ്ടം? ആരും എൻ്റെ വീഡിയോസിന് ലൈക്ക് അടിക്കണം ഞാൻ കണ്ടിട്ടില്ല. പോയി കഴിഞ്ഞാൽ ഒരു 5-6 ലൈക്ക് ഉണ്ടാവും. ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ. പുട്ടുണ്ടല്ലോ, പുട്ടിൻ കറിയുണ്ടല്ലോ. അത് ശരിയാ, പണമൊന്നുമില്ല, പുട്ട് മാത്രമേ ഉള്ളൂ. എന്ന് തീരുമെൻ്റെ കഷ്ടപ്പാട് ഭൂമിയിൽ, അന്ന് തീരുമെൻ്റെ ജീവിതം. ഇതിലാരാ വന്നോക്ക്? ഇതിലാരാ വന്നോക്ക്? എൻ്റെ തല മാത്രം കാണുമോ? തല മാത്രം കാണുമോ? എന്നാലും വേണം ഉള്ളി തൊലിക്കണേ. ഉള്ളി തൊലിക്കണ്ട. കൃതി ബേബിൻ്റെ പാല് കായ്ക്കണം. രാവിലെ പാല് കൊടുക്കാറുണ്ട്.
വേറെ ഒന്നും അങ്ങനെ എത്താറില്ലല്ലോ, കഴിക്കാറില്ല. ഒന്നും കൊടുത്തിട്ടും കുട്ടി കഴിക്കാറില്ല. ആ പാലെങ്കിലും എത്തിക്കോട്ടെ എഴുതിയിട്ട് രാവിലെ പാലുണ്ട്, അതന്നെ മുക്കിയും മൂളിയും മദ്രസയിൽ തന്നെ കുട്ടികളെ കാണിച്ചു കൊടുത്തിട്ടും അപ്പുറത്തെ കാക്ക വരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊക്കെയാണ് കൊടുക്കുക. അതെടുക്കല്ലേ അതിന് വാട്ടല്ലേ വേണേ. അപ്പൊ കറിയിലിട്ടിട്ട് തരാട്ടോ. കറിവേപ്പില എടുക്കാൻ പോകും. കറിവേപ്പില എടുക്കാൻ പോകാം നമുക്ക്. ഉള്ളിയോ? ആ ഉള്ളി തരാം. കറിവേപ്പില എടുത്തോണ്ടിരാ നടക്ക്. മുറ്റടിച്ചേരിട്ടില്ല, ഇനി മുറ്റടിച്ചു വരാനൊക്കെ ഉണ്ട് പണി. ആ കറിയില്ല പോര്. കറിവേപ്പില അയ്യോ പുഴു കൂട് കൂട്ടിയതത്. ആള് പണി തുടങ്ങിയിട്ടുണ്ട്. ചോറും കൂട്ടാനൊക്കെ വേഗം ആക്കണേ. നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ഇല്ലല്ല, എത്ര മാക്സ് ഇട്ടാലും ഇങ്ങനെ കുത്തിയാലും ഇങ്ങനെ മടക്കുത്തുന്നതിൻ്റെ സുഖമൊന്നും വേറെ തന്നെയാണ്. ഒരു സുഖം പെട്ടെന്ന് അരിഞ്ഞല്ല, മറ്റൊരു ഇങ്ങനെ അരിച്ചത്. അവിടെ കളഞ്ഞാടാ കുട്ടങ്ങൾ ഇതത് കറിയിലാക്ക പൊരിച്ച ഏട്ടന് സിനിമയ്ക്ക് പോകാമെന്ന് പറയുക കേട്ടോ. അപ്പം ഞാൻ പറയാം, ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ മൂന്നാൾ പോകും, ഏട്ടനും ഞാനും അനിയനും. ആ ഒരു പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ചെരുപ്പ് വാങ്ങാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം വാങ്ങാനോ പറയുന്നു ഞാൻ. അപ്പോൾ ഏട്ടന് പോകാനായിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുട്ടിൻ്റെ കഷ്ണവും പിന്നെ ചെറുപയറും ചായ എടുത്തിട്ടുണ്ട്. ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ അനിയനോ അച്ഛനോ ആരെങ്കിലും കുടിക്കേണ്ടി വരും. ആൾ കുടിക്കലുണ്ട്. അപ്പം ചില നേരത്തെ ഒരു ടൈറ്റിംഗ് ആണ്. എത്ര ദിവസം ഉണ്ടാകും ഇപ്പം ഇനി ബിരിയാണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ചായ കുടിച്ചിരിക്കട്ടെ. ഞാൻ വെള്ളം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ചായ കുടിക്കേണ്ട വെള്ളം കൊടുത്തോട്ടെ ചെയ്തിട്ട് കൃതിബേബിയുടെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് കൃതിബേബിനും കൊണ്ടുവന്ന് പോകട്ടെ. പാല് വേണം. പാല് വേണം. അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഏട്ടൻ പോയിട്ടാണ്. എനിക്ക് ഒരുപാട് പണി ബാക്കി കണ്ടുകൊണ്ട് അലക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെഷീൻ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഉപകാരം പറയട്ടെ ഈ മഴക്കാലത്ത് കൂടി. അപ്പോൾ അതാ ഏകദേശം അലക്കി കഴിയാനായി. കൃതിബേബിയുടെ കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചിക്കനും കാര്യങ്ങളൊക്കെ ആക്കരുന്നാലും കുടിവെള്ളത്തിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ക്യാമറേൻ്റെ മുന്നിൽ കെട്ട് വന്നത്. ഇനി മുടിയൊന്നും കെട്ടണം. ഇനി ഒരു കെട്ട് അയക്കണമെങ്കിൽ ഉച്ചയാവും കേട്ടോ. കാരണം അതങ്ങനെ കിടക്കും അവിടെ. ഇതന്നെയാണ് എൻ്റെ ജലദോഷവും കാര്യങ്ങളും വരാനുള്ള മെയിൻ കാരണം എന്നറിയാം. എന്നാലും അത് പണ്ട് മുതലേ അങ്ങനെ ചെയ്യലായി. ഇനിയിപ്പോൾ ഇതാ സിന്ദൂര് കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. ബാക്കി കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ചാടിച്ചു, അനിയൻ മാത്രമേ ചാടിച്ചില്ല. അപ്പോൾ ചായ എന്താട്ടി തണുത്തിക്കണം. അപ്പോൾ ഞാൻ എന്താട്ടി അടിയിൽ എന്തായാലും വെള്ളം തിളയ്ക്കണം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ മേലെ വെച്ചു. അപ്പോൾ ചായ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഗ്യാസൊന്നും കളയേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളം തിളയ്ക്കുകയും ചെയ്യും, ചായ ചൂടാവുകയും ചെയ്യും. ചിക്കനുണ്ട്. ഇപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ അരി കേട്ടോ.
ഇത് അച്ഛൻ്റെ റിലേറ്റീവ് സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ അവിടെ ഉണ്ടല്ലോ ഈ ഒരു കറുത്ത ജന്തു കാണില്ലേ, ആ അച്ഛങ്ങൾ വന്നുകൊണ്ട് അവിടെ എടുക്കൂല ചെയ്യുന്നു. അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കൊടുന്നതിന് നമ്മളത് കഴുകി കഴിഞ്ഞാൽ അത് പോകും. നല്ലൊരു 5-6 വട്ടം കഴുകി കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് ഞാൻ വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി വറവ് ഇതാണല്ലോ, ഉള്ളി ബ്രൗൺ കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി ഞാൻ ഗ്യാസുമ്പോൾ വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് അടുപ്പുമാട്ട വെച്ചത്, അതാകുമ്പോൾ വേഗം ആയി കിട്ടുമല്ലോ. ഇത് അങ്ങനെ എത്രങ്ങാനും ഗ്യാസ് ചിലവാകും വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ. അപ്പോൾ അതാ നെയ്ച്ചോറ് ഫൈനലി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു ഉള്ളിയും മുന്തിരിയൊക്കെ ഇടാനുള്ളൂ, ഇല്ലതുകൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളൂ കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട്. അതിനിടയിൽ കൃതി ബേബിക്ക് ഫുഡ് കൊടുത്തു, കൃതി ബേബിനെ ഉറക്കി, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊന്ന് ഫുഡ് കഴിക്കണം, അച്ഛനും അനിയനും കൊടുക്കണം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്, അവരൊക്കെ കഴിച്ചു, ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ആ ചിക്കൻ കറിയും നെയ്ച്ചോറും പപ്പടമാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ. ഞാൻ സമയം നോക്കുന്നു എത്രയായും. ടാറ്റാ ബൈ ബൈ ചെയ്യും.